ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഏതായാലും ഒരു ഉള്ളിവട ഉണ്ടാക്കാൻ വിചാരിച്ചു. മോൻ ഏതായാലും സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേന് ഉള്ളിവട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം ബാക്കി. അപ്പോൾ കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതോ പിന്നെ അതെടുത്തത്. വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. ചപ്പ് ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് മസാല ആയി കൂട്ടിയിട്ടിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് മസ്റ്റ് കറിവേപ്പില ഉള്ളതല്ലോ എന്ത് കണ്ടിട്ടിട്ടാണ്ട് ഒന്ന് കൈ ആദ്യം ഒന്ന് നല്ലോണം എടുക്കുക. മലപ്പുറത്താണ് ഞങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. അതിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണം, പക്ഷെ പിന്നെ മോനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ഇത്തിരി ഗരം മസാല. ഞാൻ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാല. അപ്പോൾ കടലപ്പൊടി നമ്മുടെ അടുത്തില്ല, അതുകൊണ്ടിപ്പോൾ അതായിട്ടില്ല. ഇതൊന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മൈദ, നമുക്ക് ആവശ്യമുള്ള മൈദ നമുക്കിടാം. ഞാനിപ്പോൾ 3 കരിക്ക ഇടുന്നത്. അതിൻ്റെ കുറച്ച് അരിപ്പൊടി, എണ്ണ അധികം പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് പാകത്തിന് നമ്മൾക്ക് അധികം ലൂസാവാതെയൊക്കെയാണ്, അധികം ടൈറ്റും അല്ലാത്ത വിധത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വന്നത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ഓയിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കത് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ചട്ടിയാണ്, വെള്ളപ്പതിൽ കിട്ടൂല, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തത്. അപ്പോൾ ഉള്ളിവട കുറച്ചിട്ട് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ചട്നി തട്ടി കൂട്ടിയിട്ടാ, ഒന്നുമില്ല, നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ. തക്കാളി, പച്ചമുളക്, സുർക്ക കുറച്ച് ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കാണുന്നുണ്ട്. മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ലതായിരുന്നു, പക്ഷെ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇങ്ങനെ ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്.